അങ്ങനെ 2025 കഴിഞ്ഞു പോയിരിക്കുകയാണ്. 2025 വർഷത്തിലേക്ക് നമ്മളിന്ന് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ നിമിഷങ്ങളുണ്ട്, അതുപോലെ സങ്കടങ്ങൾ നൽകിയ നിമിഷങ്ങളുണ്ട്. ജീവിതത്തിലെ സ്പെഷ്യൽ മൂവ്മെന്റ്സ്, ഒരുപാട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ നൽകിയ സംഭവങ്ങളും ദിവസങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യർ പലപ്പോഴും ഭൂതകാലങ്ങളിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ നാളത്തെ ജീവിതം നമുക്ക് എങ്ങനെയാവും നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് വളരെ കുഞ്ഞു ഈ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ സന്തോഷത്തോടുകൂടി വരുന്ന വർഷത്തെ വരവേൽക്കാം. നമ്മളെ ഉപദ്രവിച്ച ആൾക്കാരുണ്ട്, അവരോടെല്ലാം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കാം. കാരണം നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാം. നമ്മുടെ വരുംകാല ജീവിതത്തിൽ അവരെയും കൂടി ചേർത്ത് വെക്കാം. നമുക്കറിയില്ലല്ലോ, നമ്മളെ ഉപദ്രവിച്ചവർ വരും വർഷങ്ങളിൽ നമ്മളെ സഹായിക്കുന്നവരെ മാറും. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നമുക്ക് മറക്കാതെ നന്ദിയോടെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാം. ഈ വരും വർഷക്കാലം സന്തോഷത്തിന്റെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, സഹോദര്യത്തിന്റെ ഒക്കെ ആയി തീരുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് ജീവിതം. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. മനുഷ്യ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ സന്തോഷത്തെക്കാൾ ഏറെയായി ദുഃഖവും കണ്ണുനീരുമാണ് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓരോ വർഷവും നമുക്ക് നൽകുന്നത് ഒരുപാട് കണ്ണുനീരുകളാണ് എങ്കിലും അവസാന വർഷ ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുതിയൊരു വർഷത്തിന്റെ മറ്റൊരു ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ അതിനെ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കണം. 2025 വർഷം ഞാൻ ആലോചിക്കുമ്പോൾ എത്ര പേരെ എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റി? വളരെ ചുരുക്കമാണ്. എന്നാൽ ഇനി 2026 വർഷം ഒരു റെസൊല്യൂഷൻ, ഞാൻ കാരണം ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാകണം. ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഉള്ള സന്തോഷത്തേക്കാൾ അപ്പുറമായി മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, ചിന്തകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു.